അടിക്ക് തിരിച്ചടി, പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചടിച്ച് ഇന്ത്യ. യുദ്ധസമാനമാണ് അതിർത്തി. ഇന്ന് പുലർച്ചെയും ജമ്മുവിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം നീണ്ട പ്രകോപനത്തിന് ശേഷമാണ് ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ കൈവിട്ട കളി നടത്തിയത്. ഈ ഡ്രോണുകളെല്ലാം ഇന്ത്യ വെടിവെച്ചിട്ടു. അതിർത്തി പ്രദേശം ഇപ്പോഴും ബ്ലാക്ക് ഔട്ടിലാണ്. ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ വിറയ്ക്കുകയാണ് ഉണ്ടായത്. ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇന്ത്യ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. കറാച്ചി കത്തിച്ചാമ്പലായ സ്ഥിതിയിലായി. എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല പാകിസ്ഥാൻ. അടിയിരന്ന് വാങ്ങുന്ന പ്രകോപനം വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിർത്തിയിലൂടെ വ്യാപകമായി നുഴഞ്ഞു കയറാനും പാകിസ്ഥാൻ ഭീകരരുടെ ശ്രമം നടന്നിരുന്നു. ഇതും സൈന്യം കരുതലോടെ തകർത്തു. ഇന്ത്യൻ അതിർത്തിയിൽ ഭീകരരെ വധിച്ചതായിട്ടുള്ള വാർത്തകൾ ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്നിരുന്നു. ഉറിയിൽ ഇന്ത്യ സേനാ നീക്കം തുടരുകയാണ്. ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 3 സേനകളുടെ മേധാവിമാരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാവിലെ വീണ്ടും കാണും. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ അത് മുംബൈയിലുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ്. കടലോര സംസ്ഥാനങ്ങളടക്കം കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങണമെന്നുള്ളൊരു സന്ദേശം. ഒരു വശത്ത് അമൃത്സറിൽ നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശം, അതേസമയത്ത് ഉറിയിലടക്കം ഷെല്ലാക്രമണം തുടരുന്നു എന്നുള്ള മറുഭാഗത്തെ വിവരങ്ങൾ. സ്വാഭാവികമായിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉറ്റുനോക്കുകയാണ് പാകിസ്ഥാന്റെ തുടരുന്ന പ്രകോപനം. ഇന്ത്യ ഇസ്ലാമാബാദും കറാച്ചിയും റാവൽപിണ്ടിയും ഒക്കെ ഇത്രയും ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടും പ്രത്യാക്രമണം നടത്തിയിട്ടും പാകിസ്ഥാൻ ഒന്നും പഠിച്ചില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇനി ഇന്ത്യയുടെ നീക്കം എന്തായിരിക്കും? ഈ തലത്തിൽ നിന്നപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ ഇന്ത്യ എന്നുള്ളത് കൂടി ഉറ്റുനോക്കുകയാണോ? അപർണ, അത് തന്നെയാണ്. ഈ യുദ്ധം സ്വാഭാവികമായും ഇത്തരം ഒരു വലിയ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകളിൽ ഏതെല്ലാമാണ് ശരി, ഏതെല്ലാമാണ് തെറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാൻ കഴിയുക. ഇന്ത്യ 10 മണിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ വ്യക്തമാക്കും. കഴിഞ്ഞ ദിവസമൊക്കെ പലപ്പോഴും നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാലും അപ്പുറത്തെ തിരിച്ചടിയാവും നൽകുക. ചിലപ്പോൾ ആ തരത്തിലാവില്ല, മറ്റു തരത്തിലൊക്കെ ആവും. ഇത്തരം ഘട്ടത്തിലൊക്കെ വാർത്തകൾ, സൂചനകളുടെ അടിസ്ഥാനത്തിലൊക്കെ വാർത്തകൾ നൽകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എവിടെയെല്ലാമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായത്, ഇന്ത്യ എങ്ങനെയെല്ലാമാണ് ആക്രമണം നടത്തിയത്, ഇതെല്ലാം ആക്രമണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായി പറയുക എന്നുള്ളതാണ് ഇന്ത്യയുടെ രീതി. അതിന് ആദ്യത്തെ ദിവസം ആക്രമണം നടത്തിയപ്പോഴും ഇന്ത്യ വാർത്താ സമ്മേളനം നടത്തി അത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. എവിടെയെല്ലാമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്നും എങ്ങനെയാണ് ആക്രമിച്ചതെന്നും. രണ്ടാമത്തെ ദിവസം ഇന്നലെയും വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വളരെ കൃത്യമായി തന്നെ വ്യക്തമാകും ഏതെല്ലാം തരത്തിലാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഇന്നലെ ആക്രമണം നടത്താൻ തുനിഞ്ഞത്. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയമാണ് കൃത്യമായി അറിയിക്കുന്നത് 12 ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെയാണ് ഇവർ ആക്രമണത്തിന് തുനിഞ്ഞത്. ഈ 12 ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെ തൊടുത്ത എല്ലാ മിസൈലുകളും പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അത്തരം വിവരങ്ങളൊക്കെ ഇനിയും ഈ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾക്ക് അപ്പുറമോ അല്ലെങ്കിൽ അതിനിപ്പുറമോ ഒക്കെ നിൽക്കുന്ന ശരിയായ വിവരങ്ങൾക്കാണ്. അത്തരം ശരിയായ വിവരങ്ങൾ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കും. ഇന്ത്യ ഇതുവരെയും ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചു ലോകത്തെ അറിയിക്കും. ഇന്ത്യൻ സൈന്യം തന്നെയാണ് ചെയ്തത്, അല്ലാതെ പാകിസ്ഥാൻ പലപ്പോഴും ആക്രമണം ഉന്നയിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് ഉന്നയിക്കുകയും മറുഭാഗത്ത് നിന്ന് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയല്ല ഇന്ത്യ ചെയ്യുന്നത്. ഇന്ത്യ ചെയ്തത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന രീതി തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് പറയാൻ കഴിയുന്നത് അതിർത്തിയിൽ ഇപ്പോഴും പല സ്ഥലത്തും പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ഭാഗത്തേക്ക് വെടിയുതിർക്കുന്നുണ്ട്. അങ്ങനെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നു. സൈന്യം തന്നെ അത് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ. മറ്റൊന്ന്, ഇന്ത്യ തകർത്തിട്ട ഡ്രോണുകളുടെ എണ്ണം സംബന്ധിച്ചാണ്. ഡ്രോണുകളുടെ എണ്ണം 45ഓളം പാകിസ്ഥാൻ ഡ്രോണുകൾ തകർത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ കൃത്യമായ കണക്കുകൾ എത്ര എണ്ണമാണ് തകർത്തിട്ടുള്ളത്, ഇനി നമ്മളുടെ ഏതെങ്കിലും ഡ്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത്തരം വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ 10 മണിക്കിന്റെ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും. ഡ്രോണുകളൊക്കെ രാത്രിയിൽ വരുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായിരിക്കും തകർക്കുന്നത്. ആ തകർത്തതിൻ്റെയൊക്കെ കൃത്യമായ എണ്ണം സൈന്യത്തിനെ ഏകോപിപ്പിച്ച ഒരു സ്ഥലത്തെത്തിയ ശേഷം മാത്രമായിരിക്കും പുറത്തുവിടുകയും അറിയുകയും ഒക്കെ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും
എവിടേക്കാണ് ഡ്രോൺ വരുന്നത്, മിസൈൽ വരുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ആ സെക്കൻഡിൽ തന്നെ അത് തകർക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ എണ്ണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത് എവിടെ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നീടാവും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടാവുക. അത്തരം ഒരു വിശദീകരണം എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതികഠിനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യയും പാകിസ്ഥാനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് രാജ്യത്തും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാനുള്ളിൽ വലിയ സംഘർഷം, ആഭ്യന്തര സംഘർഷവും അമർഷവും ഒക്കെ ഉണ്ട്. പാകിസ്ഥാനുള്ളിൽ സേനയ്ക്കെതിരെ, സർക്കാരിനെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളടക്കം ഒറ്റക്കെട്ടായി ഇന്ത്യൻ സർക്കാരിന് പിന്തുണയുമായി നിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ പ്രതിപക്ഷ കക്ഷികളടക്കം വലിയ സമരവുമായി രംഗത്ത് വരുന്നു. ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് പുറത്തുവിടണം, ഇമ്രാൻഖാൻ രാജ്യത്തിന് നേതൃത്വം ഏറ്റെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളുമായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന അവസ്ഥ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സൈനിക മേധാവിയെ തന്നെ തടവിലാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ, എന്തായാലും മാറ്റിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്തിരിക്കുകയാണോ തടവിലാക്കിയിരിക്കുകയാണോ എന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരേണ്ടതാണ്. എന്തായാലും സൈനിക മേധാവി അല്ല ഇപ്പോൾ, മുനീർ അല്ല ഇപ്പോൾ അവിടെ സൈനിക മേധാവിയെ, കരസേനാ മേധാവിയായി നിൽക്കുന്നത്. ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ തരത്തിൽ വർഗീയമായ രീതിയിലേക്ക് ഇന്ത്യയിൽ ഇതുവരെയും പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവിയോ ഭരണാധികാരിയോ പറയാത്ത തരത്തിലേക്ക് വർഗീയതയൊക്കെ പറയുന്ന ഒരു സൈനിക മേധാവി. എന്തായാലും ആ സൈനിക മേധാവിയുടെ സ്ഥാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി ഈ സൈനിക മേധാവി ജയിലിലാണോ, അത് തടവിലാണോ, അതോ ഇനി എവിടെയെങ്കിലും ബന്ദിയാക്കിയിരിക്കുകയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരേണ്ട വിവരങ്ങളാണ്. മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തു എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ കൊറ്റ പിടിച്ചെടുത്തു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. കൊറ്റ ഒരു സ്വതന്ത്ര രാജ്യമായെന്ന് അവിടുത്തെ തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ബലൂചിന്റെ അനുകൂലിക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാൻ ആഭ്യന്തരമായി ഇത്തരത്തിൽ പല തരത്തിലേക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് രൂക്ഷമായി നിൽക്കുകയാണ്. സൈന്യവും സർക്കാരുമായുള്ള പ്രശ്നം, സൈന്യത്തിനുള്ളിൽ ആരാവണം മേധാവി എന്നതിനെ ചൊല്ലിയുള്ള മേധാവിയെ മാറ്റുന്ന പ്രശ്നം അവസാന നിമിഷം വരുമ്പോൾ ആ ഒരു തർക്കം, അതിനപ്പുറത്തേക്ക് ഭീകര സംഘടനകൾ, 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ, ലഷ്കർ-ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദും, ഈ 3 ഭീകര സംഘടനകളും അവരുടെ പ്രധാനപ്പെട്ട ആളുകളും കേന്ദ്രങ്ങളും ഒക്കെ ഇന്ത്യ ബോംബിട്ട് തകർക്കുമ്പോൾ പാകിസ്ഥാൻ സേനയും ISIയും ഒക്കെ എവിടെയായിരുന്നു എന്ന ചോദ്യവുമായി അവരുടെ വിമർശനങ്ങൾ. മറുഭാഗത്ത് ISIയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഈ പാകിസ്ഥാൻ സേനയോടാണോ പാകിസ്ഥാൻ ഭരണകൂടത്തോടാണോ എന്നുള്ള വിഷയം മറ്റൊരു ഭാഗത്ത്. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ രാജ്യത്തെ തന്നെ വിഭജിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അങ്ങനെ അതികഠിനമായ രീതിയിലേക്ക് ആഭ്യന്തര സംഘർഷത്തിൽ പെട്ട് ഉഴരുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഏകോപിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇതിനെയൊക്കെ മറികടക്കാനായി ഇന്ത്യ വിരുദ്ധത എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും ഇന്ത്യയുമായി സംഘർഷമുണ്ടാക്കുകയും ചെയ്ത് മറികടക്കാമെന്നുള്ള മുൻകാലങ്ങളിലെ പതിവ് തന്ത്രം ഇപ്പോൾ പാകിസ്ഥാൻ പ്രയോഗിച്ചെങ്കിലും അത് വേണ്ട രീതിയിൽ പാകിസ്ഥാനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടിയാണ് പുറമേ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം.